അഗ്നി. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ അരച്ച് ഒരു ആവോലിക്കറിയാണ്. അപ്പോൾ ഈ ആവോലിക്കറിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് കാണാം. വാച്ച് ഇറ്റ്. അപ്പോൾ ചട്ടി ചൂടായി വരുന്നതാണ്. അപ്പോൾ എണ്ണ ഒഴിക്കുകയാണ്. ഇതിൽ മൂപ്പിച്ചാണ് ഈ തേങ്ങ അരപ്പ് എടുക്കുന്നത്. ഈ കറിയുടെ ഹൈലൈറ്റ് ഇതാണ്. അപ്പോൾ എണ്ണ ചൂടായി ഞാൻ കുറച്ച് കടുക്, ആവശ്യത്തിനുള്ള കടുക്, ഒരുപാട് കടുക് ചേർക്കരുത്. ചില ഒരുപാട് കടുക് ചേർക്കുന്നതാണ്. കുറച്ച് കടുകേ ആവുള്ളൂ, എല്ലാ ആവശ്യത്തിനും. ഉലുവ, കടുക് പൊട്ടിത്തുടങ്ങി. പണ്ട് ഞാൻ മമ്മിയുടെ അസിസ്റ്റന്റ് ആയിരുന്നു, ഇന്ന് മമ്മി എൻ്റെ അസിസ്റ്റന്റ് ആയി. അപ്പോൾ ഞാൻ ഉലുവ ഇടാണ്. കുറച്ച് ഉലുവ, ആവശ്യത്തിന് ഉലുവ. ഉലുവയൊന്ന് ചൂടായി വരുമ്പോൾ രണ്ട് കൊടംപുളി ഇതിലേക്ക് ഇടുകയാണ് ഞാൻ. ആദ്യം ഞാൻ കൊടംപുളി ഇടാം, പിന്നെ ഞാൻ ഇഞ്ചി, ദെൻ വെളുത്തുള്ളി, ചുവന്ന പച്ചമുളക്. കറിക്കൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചുവന്ന എടുത്തത്. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ആവശ്യത്തിന് കൊച്ചുള്ളി. ഈ സംഭവം, അതായത് നമ്മുടെ കൽപ്പവൃക്ഷത്തിന്റെ കാഞ്ഞിലാൾ, ഇത് ഞങ്ങളിവിടെ പറയുന്ന കാഞ്ഞിനാളെന്നാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് പറയണം. ഓക്കെ, ഞാൻ ഈ കാഞ്ഞിനാൾ വെച്ചുകൂടി ഇതൊന്ന് തീ പിടിപ്പിക്കുകയാണ്. നമ്മൾ തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫുൾ ഈ തെങ്ങിൻ്റെ കാഞ്ഞിനാൾ മാത്രം, കാഞ്ഞിനാൾ, കൊതുമ്പ്, ചൂട്ട് പോലുള്ള ഐറ്റംസാണ് നമ്മൾ തീക്ക് യൂസ് ചെയ്യുന്നത്. കുറച്ച് കറിവേപ്പില ഇടാണ്. ഞാൻ ഈ തണ്ടൂടി ഇടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, കൊച്ചുള്ളി, നമ്മുടെ വടക്കംപുളി അല്ലെങ്കിൽ കൊടംപുളി, ഇതെല്ലാം മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരച്ചു വെച്ച അരപ്പ്, ഇത് മമ്മി കല്ലരച്ച അരപ്പാട്ടോ. അപ്പോൾ ഈ അരപ്പ് ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. ഈ അരപ്പ് മൂത്ത് വരുമ്പോഴേക്കും ആയിരിക്കും നമ്മൾ പുളിവെള്ളം ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. തേങ്ങ അരപ്പ് നല്ലപോലെ മൂക്കണം. നല്ല രീതിയിൽ മൂത്ത് കഴിഞ്ഞാൽ ഈ കറിക്ക് ജാതി ടേസ്റ്റ് ആയിരിക്കും. തൃശ്ശൂർക്കാർ പറയുകയാണെങ്കിൽ ജാതി ടേസ്റ്റ്. മമ്മി, പിഴുപുളി, അതായത് ആദ്യം നമ്മൾ കൊടംപുളി എണ്ണയിലിട്ടു. അമ്മ ഞാൻ ഇടാം അമ്മ. ഞാൻ കിടക്കട്ടെ അമ്മ. പിഴുപുളി എടുക്കേ. അമ്മമാരിട്ട പല പല പരിപാടികളും നമ്മളിവിടെ കാണിക്കാണ്. നമ്മൾ തീ കൂട്ടി. അപ്പോൾ അരപ്പ് മൂത്തിട്ടുണ്ട്. അരപ്പ് മൂത്ത ഒരു മണം വന്നു. അപ്പോൾ ഞാൻ ഇതിലേക്ക്, ഞങ്ങൾ കൊല്ലംകാർ ഈ പിഴുപുളിയും ചേർക്കും കേട്ടോ. അരിപ്പൊന്നും ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ അരിച്ചത് കൈകൊണ്ടായിരുന്നു. അപ്പോൾ
കൈ. പിന്നെ കല്ല് കഴുകിയ വെള്ളം. ഈ വെള്ളം കൂടി ഇതിനകത്ത് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്. അപ്പൊ കറി ഒന്ന് തിളക്കട്ടെ. എ ഷോർട്ട് ബ്രേക്ക്. കഴുകി വൃത്തിയാക്കിയ ആവോലി. ഈ ആവോലി നല്ല തിളച്ച കറിയിലോട്ടിടും. അപ്പോൾ ഇത് വെന്ത് നമുക്കിഷ്ടപ്പെട്ട തേങ്ങ അരച്ച് എണ്ണയിൽ മൂപ്പിച്ച കറി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത്. ഈ തേങ്ങാക്കറിക്ക് ആവശ്യമായ സാധനങ്ങൾ എടുത്തത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, തേങ്ങ. ഇത് ഇത്രയും കൂടാണ് ഞാൻ കല്ലിൽ വെച്ച് അരച്ചുരുട്ടി എടുത്തത്. കാശ്മീരി പിരിയനും സാധാ പാണ്ടി മുളകിൻ്റെയും കൂടെ മിക്സാണ്. 2 മുളകും കൂടെ ഉണ്ടെങ്കിൽ ഇച്ചിരി എരിവൊക്കെ ഉണ്ടാകും. അപ്പം കാശ്മീരി പിരിയനും സാധാ എരിവുള്ള മുളകും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും ഇത്രയാണ് ഈ തേങ്ങയുടെ കൂടെ ഞാൻ അരച്ച് ഉരുട്ടി എടുത്ത് ഈ അരപ്പ് മൂപ്പിച്ചത്. ഇനി ഇതിലേക്ക് മീൻ ഇടുകയാണ്. അരപ്പ് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. മീൻ നല്ല ചിലുക്കാച്ചിയായിട്ട് വേവും. വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ കിടുക്കാച്ചിയായിട്ട് കഴിക്കും. വെരി ഗുഡ്. ഇംപ്രൂവ്മെന്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങ അരച്ച് കല്ലിൽ ഉരുട്ടിയെടുത്ത ഈ മീൻ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിരിക്കും. വളരെ ഡിലീഷ്യസ് ആണ്. ചോറിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെ, പുട്ടും മീൻകറിയായിട്ട് കഴിക്കുമ്പോൾ ഈ തേങ്ങ അരച്ച കറി കഴിക്കുകയാണെങ്കിൽ ജാതി ടേസ്റ്റ് ആയിരിക്കും. എന്നാലും എനിക്ക് ഒരു ചിരട്ടയും നോക്കാം. ഓക്കെ. കൈ തൊട്ട് ഭയങ്കര ടേസ്റ്റ് അല്ലേ മമ്മി? സൂപ്പറല്ലേ എൻ്റെ മോൻ? സൂപ്പറാ എൻ്റെ മോൻ. എൻ്റെ അമ്മ സൂപ്പറാ. അതൊരു പരിപാടി ഉണ്ടല്ലോ ഇവിടെ. അവസാനം നമ്മൾ ചേർക്കുന്ന ഈ ഒരു കറിവേപ്പിലയാണ്. ആർക്കും വേണ്ടാത്ത കറിവേപ്പില. പക്ഷെ ആർക്കും വേണ്ടാത്ത കറിവേപ്പിലയുടെ ഗുണങ്ങൾ ഒരുപാടാണ്. അപ്പോൾ കറിവേപ്പില ആർക്കും വേണ്ടാത്ത അതിന് ഒരിക്കലും പറയരുത്. എല്ലാവർക്കും വേണ്ട ഗുണനിലവാരമുള്ള ഒരു നല്ല ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ചെടിയാണ് കറിവേപ്പില. കറിയിലേക്ക് നമ്മൾ ഇടുമ്പോൾ കിട്ടുന്ന സുഗന്ധം മാത്രമല്ല, മുടിക്കും ശരീരത്തിനും നല്ല ആരോഗ്യവും ഒക്കെ തരുന്ന ഒരു ചെടിയാണ് കറിവേപ്പില. അപ്പോൾ കറിവേപ്പില അവസാനം നമ്മൾ ഗാർണിഷ് ചെയ്യാൻ എടുക്കുന്നത് പറയുന്നത് കറിവേപ്പിലയുടെ ടേസ്റ്റ് എപ്പോഴും അപ്പൊ ചേട്ടൻ പുട്ടും കൂട്ടി കഴിക്കുന്നു, ഞാൻ ചോറും കൂട്ടി കഴിക്കുന്നു. ചേട്ടന് പുട്ട്, എനിക്ക് ചോറ്. അപ്പോൾ ഞാൻ കറി ഒഴിച്ചു കൊടുക്കുകയാണ് ഗൈസ്. നല്ല പുട്ടിൻ്റെ അകത്ത് നമ്മുടെ ഈ തേങ്ങ കറി അങ്ങോട്ട് ഒഴിച്ചിട്ട് ഞാൻ ഇതിൻ്റെ തലയാണ് എടുക്കുന്നത്. എനിക്ക് തലയാണ് ഇഷ്ടം. അപ്പം ഞാൻ തല എടുത്ത് വെച്ച് ചൂട് ചോറിൻ്റെ അകത്ത് ചൂടായി പറക്കുന്ന കറി. ഓഫ് ഔച്ച്. മമ്മി ബാ ബാ മമ്മ. മമ്മി പ്ലീസ് മമ്മി ബാ. ഇവിടെ വന്ന് നിൽക്കൂ റാണി, നടുക്കോട്ട് നിൽക്കൂ. ഒരു പിടി പുട്ടും ഇരിയമ്മി വാ. നടുക്ക്. ഓഹോ അത് കൊള്ളാമല്ലോ. ഞാനും കൊടുക്കും. പക്ഷേ ഞാൻ കൊടുക്കൂടാ. എങ്ങനെയുണ്ട് റാണി? അത് ഇങ്ങനെ സൂപ്പർ. എൻ്റെ അമ്മ സൂപ്പറാ. നല്ല കറിയാണ് ഗൈസ്. എല്ലാവരും ടേസ്റ്റ് ചെയ്യണം, എല്ലാവരും കഴിച്ചു നോക്കണം. എങ്ങനെയുണ്ട്? ഉറക്കം പറ. നല്ല ടേസ്റ്റ് ഉണ്ട്. കേക്കട്ടെ പിള്ളേര്.